എന്തുകൊണ്ടാണ് നമ്മൾ ഈ സുവിശേഷം അറിയിക്കുന്നത്? സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായിരിക്കാൻ ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഒറ്റ സത്യം ഈ തിരുവചനമാണ്. ഇന്ന് അനേക കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും നടക്കുന്നുണ്ട്, പാരമ്പര്യം നടക്കുന്നുണ്ട്. എന്നാൽ പാരമ്പര്യത്തിൽ നിന്ന് നമ്മെ ഓരോരുത്തരും സത്യ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിൻ്റെ കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു കാലത്ത് എൻ്റെ നിങ്ങളുടെ കണ്ണുകൾ കുരുട്ട് കണ്ണുകളായി ഈ ലോകത്തിൻ്റെ ദൈവം കുരുടാക്കി വെച്ചപ്പോൾ തത്വജ്ഞാനത്തിൻ്റെയും വഞ്ചന കൊണ്ടുവന്ന് സാത്താൻ അനേക ഹൃദയങ്ങളെ കുരുടാക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ സാക്ഷ്യം തൻ്റെ ഫിലിപ്പിയ ലേഖനത്തിൽ താൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഒരു ലേഖനം എഴുതുന്നതാണ് ഫിലിപ്പിയ ലേഖനം. ആ ലേഖനത്തിൽ നിന്നൊരു വാക്യമാണ് ഇന്ന് ദൈവാത്മാവിനെ പ്രകാശിപ്പിക്കുവാനിടയായി തരുന്നത്. കാരണം സത്യമറിഞ്ഞ തന്നെ ഒരിക്കലും പുറത്തു കൊണ്ടുവരികയില്ല എന്ന് പറഞ്ഞ റോമൻ കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിലിടുമ്പോൾ പൗലോസ് പറയുകയാണ്, നിന്നെ ഇനി പുറത്തേക്ക് കൊണ്ടുവരികയില്ലെന്ന് ലോകശക്തികൾ, സാത്താന്യ ശക്തികൾ എല്ലാം ഒന്നിച്ചു വാദിക്കുമ്പോൾ തൻ്റെ ആത്മാവിലൂടെ ദൈവാത്മാവ് വെളിപ്പെടുവാനിടയായി തേജോമനായ ദൈവം ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് പ്രത്യക്ഷനായി പാപത്തിൻ്റെയും തത്വജ്ഞാനത്തിൻ്റെയും ഈ ലോകത്തിൻ്റെ ഇരുട്ട് തന്നെ മൂടിയപ്പോൾ തേജോമനായ ദൈവം പ്രത്യക്ഷപ്പെട്ടു. അവനിൽ ഒരിക്കലും ഇരുട്ടില്ല. തൻ്റെ ഇരുട്ട് മാറ്റി, തൻ്റെ കുരുട്ട് കണ്ണ് മാറ്റി, തന്നെ ജീവ വെളിച്ചത്തിലേക്ക് നടത്തിയപ്പോൾ അത് ഇരുട്ടറയിൽ കൊണ്ടുവന്ന് ഇരുത്തിയാലും അവിടെ പ്രകാശിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വചനം. അതേസമയം ദൈവത്തിൻ്റെ വചനത്തിന് ചങ്ങലയില്ല. ദൈവത്തിൻ്റെ വചനത്തെ ആർക്കും ബന്ധിക്കാൻ കഴിയുകയില്ല. ഈ വചനത്തെ ആരെല്ലാം എതിർത്താലും, ഏതെല്ലാം മനുഷ്യൻ എതിർത്താലും ഇതിനെ ആർക്കും അടക്കി വെക്കാൻ കഴിയുന്ന ഒന്നല്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് എഴുതപ്പെട്ട തിരുവചനത്തിൻ്റെ സത്യം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും പരിശുദ്ധാത്മാവിൽ ദൈവം നമുക്ക് നൽകുവാനിടയായിത്തീർന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ട് താൻ എഴുതുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്രിസ്തുവിനെ കുറിച്ച് താൻ ഇങ്ങനെ എഴുതി വരുമ്പോൾ മനുഷ്യരോട് താൻ ഇങ്ങനെ പറയുകയാണ്, ഒരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന് ഗുണം കൂടെ നോക്കട്ടെ. എന്നിട്ട് താൻ പെട്ടെന്ന് അതേസ്വരം ശാഠ്യത്താലോ ദുരൂപമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തരും മറ്റുള്ളവനെ ശ്രേഷ്ഠൻ എന്നുവിൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് തനിക്കൊരു കാര്യം ദൈവാത്മാ വെളിപ്പെടുത്തുകയാണ്. ക്രിസ്തുവിൻ്റെ ഭാവം നിങ്ങൾ ഉണ്ടായിരിക്കട്ടെ. എന്താണ് ക്രിസ്തുവിൻ്റെ ഭാവം? റോമൻ പൗരനെന്ന് പറഞ്ഞാൽ ഈ ചങ്ങലെ കിടക്കേണ്ട വരത്തില്ല. ഒറ്റ വാക്ക് താൻ പറയുകയാണ്, ഞാൻ റോമ പൗരനെന്ന് പറഞ്ഞെങ്കിൽ തന്നെ ഇറക്കി വിടുമായിരുന്നു. എന്നാൽ താൻ അത് പറഞ്ഞില്ല. കാരണം ക്രിസ്തുവിൻ്റെ ഭാവം തനിക്ക് വെളിപ്പെട്ടു. എന്താണ് ആ ഭാവം? ദൈവരൂപത്തിലിരിക്കെ ദൈവത്തിൻ്റെ സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി എന്ന് പറഞ്ഞാൽ അകല ലോക കർത്താവ്, സകലത്തിനും ഉടമസ്ഥനും സകലത്തിനും കാരണഭൂതനായവൻ ഒരു മനുഷ്യനെ പോലെ താഴേക്കിറങ്ങി. കാരണം പാപത്തിൻ്റെ ശിക്ഷ മനുഷ്യൻ ഉണ്ടാകേണ്ടത് ആ ശിക്ഷ സ്വയം ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പശ്ചാത്താപം ചെയ്യുവാൻ, പ്രായശ്ചിത്തം ചെയ്യുവാൻ ഒരു പ്രായശ്ചിത്തമായി മാറി. ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യേശുവിനെ അറിയത്തില്ലേ? ഈ ഏദൻ തോട്ടത്തിൽ ഫലം വെച്ചാൽ മനുഷ്യൻ തിന്നുമെന്ന്, പാപം ചെയ്യുമെന്ന് അറിയത്തില്ലേ? അറിയാം. അറിഞ്ഞുകൊണ്ട് എന്തിനാ അങ്ങനെ ചെയ്തതെന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാ പറയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അപ്പോൾ തന്നെ പാപത്തിൻ്റെ പരിഹാരം ഏദൻ തോട്ടത്തിൽ വെച്ച് കുറിച്ച് വെച്ചിട്ട് ഒരു കുഞ്ഞാടിൻ്റെ അറുത്ത് അതിൻ്റെ തോലുടിപ്പിച്ചിട്ട് പറഞ്ഞു, ഒരു കുഞ്ഞാട് വരുന്നു, അത് കാലസമ്പൂർണതയാകുമ്പോൾ വരും. BC-യിൽ അത് പ്രതീക്ഷിച്ചു. എന്നാൽ AD ആരംഭത്തിൽ കാലസമ്പൂർണ്ണത കർത്താവായ യേശുക്രിസ്തു സ്ത്രീയുടെ സന്തതിയായി ജനിച്ചു. അവൻ ദൈവരൂപത്തിലിരിക്കെ മനുഷ്യരൂപം എടുത്തു. എന്നിട്ട് പറഞ്ഞ സകല മനുഷ്യൻ്റെയും ശിക്ഷ അവൻ്റെ മേൽ ചുമത്തിയത് കൊണ്ട് ആ കർത്താവായ യേശു നമ്മുടെ പാപത്തിനു വേണ്ടി മരിച്ചു. തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി. വേഷത്തിൽ മനുഷ്യനായതുകൊണ്ട് അവൻ മനുഷ്യനെന്നല്ല. യേശു ഈ ഭൂമി ഉണ്ടാക്കുന്നതിന് മുമ്പേ, മറിയം ജനിക്കുന്നതിന് മുമ്പേ, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ, പൂരാദേശം സകലവും സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഒരേ ഒരു ദൈവമുണ്ട്. ആ ഒരു ദൈവം ആരാണ്? അത് കർത്താവായ യേശു മാത്രമല്ല അവനെ കല്ലറയിൽ ഒതുക്കാൻ കഴിഞ്ഞില്ല. 3 ദിവസം കല്ലറയ്ക്കുള്ളിൽ ഒതുങ്ങിയാണ് പൊട്ടിച്ച് പുറത്തു വന്നിട്ട് അവൻ രാജാവായി വെളിപ്പെട്ട് വരുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരെയും കാണുകയെ ആകാശമയങ്ങളിൽ കയറി പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം അണയ്ക്കുന്ന കർത്താവ് പറയാണ്, ഞാൻ ഇനി പോയതുപോലെ വീണ്ടും വരും. ഞാൻ പാപികൾക്ക് വേണ്ടി വന്നെങ്കിൽ ഇനി പാപം കൂടാതെ തനിക്കായി കാത്തിരിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ ചേർപ്പാൻ എൻ്റെ കർത്താവ് വേഗം വരുന്നു.
ഞങ്ങളുടെ ഉള്ളിലൊരു പ്രത്യാശയുണ്ട്. എന്തിനാണ് ഞങ്ങൾ ഈ മൈക്ക് വെച്ച് ഇങ്ങനെ കൺവെൻഷൻ നടത്തുന്നത് ചോദിച്ചാൽ, ഈ ദേശത്തിലെ ജനം ഈ സത്യമൊന്ന് അറിയണം, ഇവിടെ ഇരിക്കുന്ന ജനം ഒന്ന് മനസ്സിലാക്കണം. കാരണം വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്ന പ്രവചന സത്യങ്ങളാണ്. അതിൻ്റെതായ അക്കമിട്ട് ആകാശവും ഭൂമി ഒഴിഞ്ഞു ഒരു വള്ളി പോലും മാറാതെ നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ 2024 വേദപുസ്തകത്തെ വെല്ലുവാൻ ഒരു പുസ്തകമില്ല. മാത്രമല്ല, ഒരേ ഒരു നാമം, എല്ലാ നാമത്തിലും മേലായ നാമം, അത് യേശു എന്ന നാമമാണ്. അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ഇങ്ങനെയാണ്: അങ്ങനെ യേശുവിൻ്റെ നാമത്തെ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങുന്ന ഒരേ ഒരു നാമം. ഈ നാമത്തിലല്ലാതെ വേറെ നാമമില്ല. അതുകൊണ്ട് തന്നെ യേശുവിനെ പ്രസംഗിക്കണം. ഞങ്ങൾ ആ യേശുവിൻ്റെ സത്യം കണ്ടെത്തി മനസ്സിലാക്കാനിടയായി. യേശു ക്രൂശിൽ കിടക്കുന്ന സമയം തൻ്റെ അടുക്കൽ യോഹന്നാനും ചില സ്ത്രീകളും യേശുവിൻ്റെ അമ്മ മറിയം നിൽക്കുമ്പോൾ, യോഹന്നാനേ, ഇതാ നിൻ്റെ അമ്മ, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അന്ന് വരെ ഈ കൂട്ടായ്മയുടെ പുറത്ത് നിന്ന മാതാവ് യേശുവിൻ്റെ അമ്മേറെ ശബ്ദം കേട്ടപ്പോൾ യോഹന്നാൻ വന്ന് മറിയത്തിൻ്റെ കൈക്കൊന്ന് പിടിച്ചു. ആ സമയം മറിയ യോഹന്നാൻ്റെ കൈക്ക് പിടിച്ചു. ഇന്നലെ വരെ പള്ളിക്കാരും സമുദായവും മാറ്റി നിർത്തി ഭയപ്പെട്ട് മാറിയെങ്കിൽ എൻ്റെ മുഖമായി ഇങ്ങനെ സംസാരിച്ച് കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അവിടെ നിന്ന് യേശുവിൻ്റെ അമ്മ മറിയ പറഞ്ഞു, മോനെ യോഹന്നാനേ, ഞാൻ ഇന്ന് വരെ എൻ്റെ മകനെന്നാ കണ്ടത്. എന്നാൽ എൻ്റെ ഹൃദയത്തിനകത്തൊരു വാള് കടന്നപ്പോൾ സർവശക്തൻ എനിക്ക് മനസ്സിലായി, ഇനി എല്ലാ നാമത്തിലും മേലായ നാമം യേശുവിന് വേണ്ടി ആരാധിക്കാൻ നിൻ്റെ കൂടെ ഞാനും വരുന്നു. 10 ദിവസം കഴിഞ്ഞപ്പോൾ ആ മാതാവ് തീരുമാനമെടുത്തു. യെരൂശലേം ദേവാലയം അമ്പചുംബരമായ 40 വർഷം കൊണ്ട് പുതുക്കിപ്പണിത ആ ദേവാലയത്തിൽ ഇനി ഞാൻ പോകുകയില്ല. അമേശ്വരം ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച മർക്കോസിൻ്റെ ഒരു മാളിക മുറിയുണ്ട്. അവിടെയാണ് യേശു പെസഹ സ്ഥാപിച്ചത്. അവിടെയാണ് ആദ്യത്തെ തിരുവത്താഴം നടന്നത്. അവിടെയാണ് പുതിയ നിയമം സ്ഥാപിച്ചത്. അതുകൊണ്ട് ഇനി ആ വലിയ പള്ളിയിലല്ല, മർക്കോസിൻ്റെ മാളിക മുറിയെ പോകുവാൻ ഞാൻ തയ്യാറെന്ന് പറഞ്ഞ ആ മാതാവ് 120 ഒരുമിച്ചിരുന്നപ്പോൾ 10-ാം ദിവസം വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ട് അഭിഷേകം പ്രാപിച്ചു. ആ മാതാവ് ചൂണ്ടിക്കാക്കി ഒന്നേ ഉള്ളൂ, ഇതാണ് സത്യത്തിലും ആത്മാവുള്ള ആരാധന. ആരാധനയ്ക്കകത്ത് എനിക്ക് നിങ്ങൾക്കും ആകുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ ഭാഗ്യ പദവിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിനെ തടയുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല. നമ്മുടെ ഉള്ളിൽ ദൈവം തന്നെയാണ്. നമ്മുടെ കർത്താവായ യേശു ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ പിതാവിൻ്റെ അടുക്കലിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നേക്കും നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിനെ ചോദിച്ച് നിങ്ങൾക്ക് എന്നേക്കും ഇരിക്കേണ്ടത് ഞാൻ നൽകിത്തരും. അമ്മേ, 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്ത 50-ാം ദിവസം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അത് പെന്തക്കോസ് എന്നൊരു പെരുന്നാളാണ്. അതൊരു സഭയുടെ പേരല്ല. എന്നാൽ ആ പെരുന്നാൾ ദിവസം പരിശുദ്ധാത്മാവ് ദേവാലയത്തിൽ ഇറങ്ങാതെ മർക്കോസിന്റെ മാളിക മുറിയിൽ ഇറങ്ങിയത്. എവിടെയാണ് സത്യമുള്ളത്, എവിടെയാണ് നീതിയുള്ളത്, എവിടെയാണ് തിരുവചനം പോലെ ആരാധിക്കണം, അവിടേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയും ഇറങ്ങിയതിന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെങ്കിൽ എനിക്ക് നിങ്ങൾക്കും ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നൽകിയ ഭാഗ്യ പദവിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യയുണ്ട്. എല്ലാ നാമത്തിലും എല്ലാ മുഴങ്കാലം അവൻ്റെ മടങ്ങും. മാത്രമല്ല, അവിടെ 11-ാം വാക്യത്തിൽ ഫിലിപ്പിയിലെ 2:11 പറയുന്നു, യേശു കർത്താവ് എന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി സകലരും ഏറ്റുപറയും. ലോകത്തിലെ എല്ലാ ജാതി മതസ്ഥരും, എല്ലാ ക്രൈസ്തവരും, എല്ലാ മുസ്ലിങ്ങളും, എല്ലാ ഹൈന്ദവരും, എല്ലാ സിഖ് മതക്കാരും, ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ജൈനനോ ബുദ്ധനോ എന്നില്ലാതെ എല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു കാര്യമുണ്ട്, യേശു മാത്രം കർത്താവ്. അമ്മേ, സ്വർഗത്തിലിരിക്കുമ്പോൾ സകലരെ മുഴങ്കാലും മടങ്ങി ഒരേ ഒരു നാമം, ആ നാമത്തെ വെല്ലാൻ വേറെ നാമമില്ല. ഇന്ന് രാത്രി ആ നാമത്തെ ഉയർത്തുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും വായി തുറന്ന് കർത്താവിനെ നിന്ന് സ്തുതിച്ചാട്ട്. എല്ലാ നാമത്തിലും മേലായ നാമത്തെ, എല്ലാത്തിനും ശ്രേഷ്ഠമേറിയ നാമത്തെ, അത്ഭുതം നടത്തുന്ന നാമം, രോഗികളെ സൗഖ്യമാക്കുന്ന നാമം, പാപികളെ മോചനം നൽകുന്ന നാമം, കുരുടനെ കാഴ്ച നൽകുന്ന നാമം, അമ്മേ മരിച്ചവനെ ഉയർപ്പിക്കുന്ന നാമം, ഈ നാമത്തെ വെല്ലുവാൻ ഒരു നാമമില്ല. ആമേ, ഇന്നും തുറന്നു കിടക്കിയ അവൻ്റെ കല്ലറ ജീവനുള്ള ദൈവം ഇന്നും ജീവിക്കുന്നു. ഇന്ന് നമ്മുടെ ഉള്ളിൽ കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് ആ ജീവനുള്ള കർത്താവിനെ എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ.